ഹായ് ഗൈസ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി തേർഡ് മോഡ്യൂളുടെ കംപ്ലീറ്റ് നമ്മൾ ടോപ്പിക്കും കവർ ചെയ്തു. അതുപോലെ ഫോർത്ത് മോഡ്യൂളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ആസ് പെർ ദ സിലബസ്. ഇനി നമ്മൾ ഫിഫ്ത്ത് മോഡ്യൂളിലേക്ക് കിടക്കുകയാണ്. സോ ആക്ച്വലി ഇത് ഭയങ്കര ചെറിയൊരു മോഡ്യൂളാണ്. സോ ഞാൻ 2-3 ക്ലാസ്സുകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു മോഡ്യൂളിൻ്റെ പേര് അതിൽ കുറേ ഇങ്ങനെ പേരുകളായിട്ട് ഇട്ടിരിക്കണം. അതിന് ഞാൻ ടോട്ടൽ ഒരു പേരിൽ ഞാൻ പറയുകയാണ്, സ്പെഷ്യൽ ലാമിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ കോമ്പോസിറ്റ് മെറ്റീരിയലും ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മൾ ആക്ച്വലി ഇത്രത്തോളം നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇതിന് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കോമ്പോസിറ്റിൽ. നമ്മൾ എയറോസ്പേസിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അതിന് അത്രത്തോളം നമ്മൾ റിസർച്ചേഴ്സ് നമ്മൾ ചെയ്യണം. അങ്ങനെ ഒരു വൈഡായിട്ടോ അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മൾ പഠിക്കാൻ നമ്മുടെ സിലബസ് പറയുന്നില്ല. ആക്ച്വലി ഇത് ജസ്റ്റ് അറിഞ്ഞു വെക്കുക, ഇങ്ങനെയാണ് നമ്മുടെ എല്ലാ കോമ്പോസിറ്റ്സും വരുന്നത്. ഈവൻ നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് എക്സാമ്പിൾ നമ്മൾ പറയുന്നതിലടക്കം ഈ ഒരു സ്പെഷ്യൽ ലാമിനേറ്റ്സ് എന്നുള്ള ഒരു രീതിയിലാണ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്പെഷ്യൽ ലാമിനേറ്റ്സ്, എന്താണ് സ്പെഷ്യൽ ലാമിനേറ്റ്സ്, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നതിൽ നമ്മൾ വേറൊരു കാര്യം കോമ്പോസിറ്റിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഫൈബർ വെച്ചിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയലാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ കുറിച്ചാണ് നമ്മൾ സ്പെഷ്യൽ ലാമിനേറ്റ്സ് പറയുന്നത്. കാരണം പൗഡർ വെച്ചിട്ടോ നമ്മൾ ഫൈബറിൽ തന്നെ ലോങ് ഫൈബർ അല്ലാതെ ഷോർട്ട് ഫൈബർ വെച്ചിട്ടോ നമ്മൾ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് കുറവായിരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ സ്ട്രെങ്ത് കുറവായിട്ടുള്ള ഇത് നമ്മൾ പല സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എയറോസ്പേസിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ലോങ് ഫൈബർ കോമ്പോസിറ്റ്സ് ആണ്. അപ്പോൾ ഈ ലോങ് ഫൈബർ കോമ്പോസിറ്റ്സിൽ നമുക്ക് അതിൽ തന്നെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് കുറച്ച്. ആ അറേഞ്ച്മെൻറ്റ്സ് ആണ് നമ്മൾ സ്പെഷ്യൽ ലാമിനേറ്റ്സ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിലേക്ക് പോവാം. എന്താണ് അറേഞ്ച്മെൻറ്റ്സ് എന്നുള്ളത്? അപ്പോൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഫൈബർ അറേഞ്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ കോമ്പോസിറ്റ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് മെത്തേഡ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ലെയർ ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ ലോങ് ഫൈബർ ഞാനൊരു ആ മോൾഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ ഒരു ഡയറക്ഷനിൽ ഞാൻ കീപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, ആ ഡയറക്ഷനെ ഞാൻ 0 എന്ന് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചു. 0 ഡിഗ്രി, അത് പറഞ്ഞാൽ എൻ്റെ ബേസ് ആയിട്ടുള്ള ഡയറക്ഷനാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി 0 ഡിഗ്രിയിൽ പറയുന്നു. ഓക്കെ, അങ്ങനെ തന്നെ ആ 0 ഡിഗ്രി അതേ ഡയറക്ഷനിൽ തന്നെ ബാക്കി എല്ലാ ലെയറും ഞാൻ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ കോമ്പോസിറ്റ് മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഒരു ലോഡ് വരുന്ന സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലോഡ് വരുന്നത് ഈ ഇരിക്കുന്ന ഡയറക്ഷനിൽ എങ്ങനെയാണോ ഞാൻ ഫൈബർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലെങ്ത്ത് ഈ ഡയറക്ഷനിലൂടെ ലോഡ് പോകുന്ന രീതിയിൽ മാത്രമേ ആ കോമ്പോസിറ്റ് മെറ്റീരിയൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സിംഗിൾ ലോഡ് വരുന്ന സ്ഥലത്ത് മാത്രമേ എനിക്ക് അതിനെ ഞാൻ അപ്ലൈ ചെയ്യാൻ എനിക്ക് സാധിക്കുള്ളൂ. ഇനി നമ്മളൊരു എക്സാമ്പിൾ MOSലടക്കം നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ഈ റിയൽ വേൾഡിലുള്ള എല്ലാ കമ്പോണൻസും ഒരിക്കലും സിംഗിൾ ലോഡിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ സിംഗിൾ ലോഡ് വഹിക്കുന്ന ഒരു കമ്പോണൻസ് അല്ല. പല രീതിയിലും പല ഭാഗത്തു നിന്നും ലോഡുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ MOSലൂടെ മനസ്സിലാക്കിയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളും ഇരിക്കുന്ന മുകളിൽ കറങ്ങുന്ന ഫാൻ എടുത്തു കഴിഞ്ഞാൽ പോലും അതിൽ സിംഗിൾ ലോഡിലല്ല ഇരിക്കുന്നത്. അത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ പല ലോഡുകൾ അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ബെൻഡിങ് ലോഡ് തൊട്ട് പല ലോഡുകളും, കംപ്രസീവ്, ടെൻസൈൽ, ഷിയർ എന്ന് പറയുന്ന പല ലോഡുകളും അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം ലോഡുകൾ താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ വേണം ആ ഒരു ഫാന് പോലത്തുള്ള കമ്പോണൻസ് ഡിസൈൻ ചെയ്യാൻ. അത് തന്നെ എത്ര കമ്പോണൻസ് പല കമ്പോണൻസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. നമ്മുടെ എക്സാമ്പിൾ വണ്ടിയുടെ പല പാർട്സുകളും നമ്മുടെ ഇപ്പോൾ സസ്പെൻഷൻ സിസ്റ്റം നിങ്ങൾ എടുത്ത് നോക്കൂ. സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു ലോഡ് വരും. എയർ സൈഡിലൂടെ വന്ന് അടിക്കുന്ന ആ സസ്പെൻഷൻ സിസ്റ്റത്തിൽ അടിക്കുന്ന ഒരു ലോഡ്, ഫ്രണ്ടിലൂടെ വന്ന് അടിക്കുന്ന ലോഡ്, അതുപോലെ ഹമ്പിൽ കയറുമ്പോൾ ഒരു ലോഡ്, അതുപോലെ ഇറഗുലർ റോഡിൽ പോകുമ്പോൾ ഒരു ലോഡ്, അങ്ങനെ പല രീതിയിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് സസ്പെൻഷൻ സിസ്റ്റം. അതുപോലെ തന്നെ പല കമ്പോണൻസും ഇപ്പോൾ എയറോസ്പേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ലോഡുകൾ വന്ന് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തൂടെ ഏത് ഡയറക്ഷനിൽ ലോഡ് വരുന്നോ ആ ഡയറക്ഷനിലൂടെ എല്ലാം ഫൈബർ നമ്മൾ അറേഞ്ച് ചെയ്താൽ മാത്രമേ ആ കോമ്പോസിറ്റിൽ ഉണ്ടാക്കിയ കമ്പോണൻറ്റ് നമുക്ക് 100% സ്ട്രെങ്ത് ഉള്ളതും ഇത്ര മടങ്ങ് ശക്തിയുള്ളത് അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ള എന്ന കോമ്പോസിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആ ഫൈബറിനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിനെയാണ് നമ്മൾ സ്പെഷ്യൽ ലാമിനേറ്റ് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണോ?
ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഒരു ഡയറക്ഷനിൽ ഞാൻ അറേഞ്ച് ചെയ്തു, ആ രീതിയിലൊരു ലോഡ് വരുന്നുണ്ട്. ഇനി ഇങ്ങനെ ലോഡ് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ +45 ഞാൻ മീൻസ് ഇവിടെ നിന്ന് 45 ഡിഗ്രിക്ക് ഞാൻ അറേഞ്ച് ചെയ്തു. ഇനി ഈ ഒരു ഡയറക്ഷനിൽ, കാരണം ഈ ഭാഗത്തോടെയും ലോഡ് വരുന്നതുകൊണ്ട് ഞാൻ ഈ ഡയറക്ഷനിൽ ചെയ്തു. ഇങ്ങനെയും ലോഡ് വരുന്നുണ്ട്, ഈ രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തു. പിന്നെ ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കോളൂ, 8 ലാമിനേറ്റ്സ് ഉണ്ട്. 8 ലാമിനേറ്റ്സ് വരയ്ക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഇപ്പം 4 ഇത് ചെയ്തു, അതേ ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. എന്നാൽ മാത്രമേ അതിനെ നമ്മൾ സ്പെഷ്യൽ ലാമിനേറ്റ്സ് എന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് മെറ്റീരിയൽ എന്ന് പറയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇത് വെച്ച് പറയുമ്പോൾ, നമ്മൾ ടെക്നിക്കാലിറ്റിയിൽ പറയുമ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് ലോഡ് ആ കോമ്പോസിറ്റ് മെറ്റീരിയലിനെ വഹിക്കാൻ പറ്റുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയല്ല, ത്രൂ ഔട്ട് 8 ലാമിനേറ്റ്സിലും പല ഡയറക്ഷൻസിലും നിങ്ങൾക്ക് ഇനി ഈ ഡിഗ്രി ഉണ്ട്, 45 ഡിഗ്രി 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡിഗ്രിക്ക് വേണമെങ്കിലും വെക്കാം. 10 ഡിഗ്രി 20 ഡിഗ്രി 22 ഡിഗ്രി 25 ഡിഗ്രി 35 ഡിഗ്രി 36 ഡിഗ്രി 50 ഡിഗ്രി 55 ഡിഗ്രി 90 91 92 ഡിഗ്രി ഏത് ഡിഗ്രിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫൈബർ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് വെക്കാം. അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആ വെക്കുന്ന ആംഗിളിൽ ആ ഡയറക്ഷനിൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ അത് വെക്കാം. അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് നമുക്കില്ല എന്നുണ്ടെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഡയറക്ഷനിലാണ് ലോഡ് വരുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു ഡയറക്ഷനിൽ ഈ ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറയാം, നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ. P0 ഡിഗ്രിയിൽ ഞാൻ അറേഞ്ച് ചെയ്തു, എന്നിട്ട് ഞാൻ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത സ്ഥലത്ത് ഇവിടെയല്ല ലോഡ് വരുന്നത്, ഈ ഒരു ഡയറക്ഷനിലല്ല ലോഡ് വരുന്നത്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലോഡ് വരുന്നത്. നോക്കിക്കോ, ഞാൻ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് പൊട്ടത്തേ ഇല്ല, ഇങ്ങനെ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ. ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് ആയി ബ്രേക്കായി പോകും. അതുകൊണ്ടാണ് ഏതൊക്കെ ഡയറക്ഷനിൽ ലോഡ് വരുന്നോ അവിടെയെല്ലാം നമ്മൾ ഫൈബർ അറേഞ്ച് ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാ കോമ്പോസിറ്റ് മെറ്റീരിയലുള്ള കമ്പോണൻസും ആ ഏതൊക്കെ ഡയറക്ഷനിൽ വരുന്നുണ്ടോ, അത് ഇപ്പം നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. വേർട്ടിക്കലാണെങ്കിൽ ആ വേർട്ടിക്കൽ രീതിയിൽ നമ്മൾ കോമ്പോസിറ്റിൻ്റെ ഫൈബർ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ലാമിനേറ്റ് വെച്ചിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയലാണ് നമ്മൾ റിയൽ വേൾഡിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി ഇതിലൊരു നമ്പറിങ് സിസ്റ്റം ഉണ്ട്. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോമ്പോസിറ്റ് ഉണ്ടാക്കിയ ഒരു കമ്പോണൻറ്റ് വാങ്ങാൻ പോകുന്നു. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സിൽ ആ കോമ്പോസിറ്റിൽ ഫൈബർ അറേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ആ ഇതിൽ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ നോക്കാം. ഇപ്പം ഞാനിവിടെ ഈ മൗസ് പോയിൻ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ പോയിൻ്റ് മുകളിൽ ഇതൊരു ലാമിനേറ്റ്, ഇതൊരു കോമ്പോസിറ്റ് ആണ്, താഴെ ഒരു കോമ്പോസിറ്റ് ആണ്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഇതിൻ്റെ താഴേക്ക് പോകാം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതിനെ നമ്പറിങ് സിസ്റ്റമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ലാമിനേറ്റ് ഓറിയൻറ്റേഷൻ കോഡ് എന്നാണ് അതിന് പറയാം, നമ്പറിങ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിക്കോ, ഫസ്റ്റ് 1 2 3 4 5 6 കോമ്പോസിറ്റ് ലാമിനേറ്റുകളുണ്ട് ഇവിടെ നമ്മളിൽ. അപ്പോൾ ആദ്യത്തെ ഞാൻ ഈ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുക. ഓക്കെ. അപ്പോൾ 45 ഡിഗ്രിനെ 45 എന്ന് എഴുതി. അപ്പോൾ 45 ഡിഗ്രിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ലാമിനേറ്റ് പ്ലൈ അതിലുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 0 ഡിഗ്രി എന്നുള്ളതിൻ്റെ ഉള്ളതും പിന്നെ ഒരു 45 ഡിഗ്രി എന്നുള്ളതും പിന്നെ 90യുടെ 2 എണ്ണം അതിൻ്റെ അടുത്തടുത്ത് വന്നതുകൊണ്ട് 92 എന്നിട്ടു. ഇവിടെ നിങ്ങൾ നോക്കിയോ, 45 0 45 എന്നുള്ളത് കൊണ്ടാണ് രണ്ടും സെപ്പറേറ്റ് മെൻഷൻ ചെയ്തത്. കാരണം അടുത്തടുത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനി അടുത്തടുത്ത് 90 90 93 ഉണ്ടെങ്കിൽ ഇവിടെ 3 എന്ന് എഴുതാം, അടുത്ത് 30 എന്ന് എഴുതി. അപ്പോൾ ടോട്ടൽ ഇവിടെ 5 എണ്ണമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ 6 ലാമിനേറ്റ് ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ക്ലിയർ ഉണ്ട്. സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി അടുത്തത് നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ തന്നെ ഇനി ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 6 എണ്ണം ഉണ്ട്, 6 എണ്ണത്തിലും ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ. ഓക്കെ. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, 90 ഡിഗ്രി ആദ്യം ഉണ്ട്, 0 0 ഉണ്ട്, 45 ഉണ്ട്. ഓക്കെ. 4 എണ്ണം ഒരേ രീതിയിൽ അതേ തന്നെ അതിൻ്റെ മിറർ ഇമേജ് പോലെയാണ് ഇവിടെയും പോയിരിക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ഈ 45 ഡിഗ്രി ഇവിടെ ഉണ്ട്, പിന്നെ 2 0 പിന്നെ 90. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഇങ്ങനെ നമ്പറിങ് ചെയ്താൽ മതി. ഓക്കെ, നമ്പറിങ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കോ, 90 എഴുതി, പിന്നെ 2 0 ഉണ്ട്, പിന്നെ 45 ഉണ്ട് ഇവിടെ എഴുതി. ഓക്കെ. സോ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനെ ക്ലോസ് ചെയ്തു. എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 45 0 to 90 തന്നെയാണ് ഇവിടെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ സെയിം മിറർ ഇമേജ് ആണ്. ഇവിടെ S എന്ന് പറഞ്ഞിട്ടാൽ മതി. സിമ്മട്രിക് എന്നാണ് അതിൻ്റെ അർത്ഥം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ ഇരിക്കുന്നത് അതിൻ്റെ നേരെ മിറർ ചെയ്ത ഒരു ഇമേജാണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ മിറർ ചെയ്ത പോലെ
പോലെയാണ് നമ്മൾ കോമ്പോസിറ്റ് ലെയറുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മീൻ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ 1, 2, 3, 4 ലാമിനേറ്റ് മുകളിലും താഴെ ഇതേ അറേഞ്ച്മെൻറ്റ്സിൽ ഇവിടെ നിന്ന് 45, 2, 0, 90 എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എസ് എന്നുള്ളത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലായിക്കോളും. ഈ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ലാമിനേറ്റ് ഓറിയൻറ്റേഷൻ കോഡ് എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു കോമ്പോസിറ്റിൽ ഉണ്ടാക്കിയ ഒരു കമ്പോണൻറ്റ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അതിൽ സ്പെസിഫിക്കേഷനിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നിന്ന് നമുക്ക് ആ ഒരു കോമ്പോസിറ്റ് നമ്മൾക്ക് വേണ്ട ലോഡ് വരുന്ന അറേഞ്ച്മെൻറ്റ്സിലാണ് അതിൻ്റെ റിക്വയർമെൻറ്റ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങി ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ അതിനെ കോഡിങ് ചെയ്ത് നമ്മൾ വെക്കും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം ഞാൻ സിമ്മട്രിക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇതിന് നമുക്ക് സിമ്മട്രിക് കോമ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇതിന് ഞാൻ പല ഡയറക്ഷനിലുള്ള കോമ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പറയാം. അപ്പോൾ സ്പെഷ്യൽ ലാമിനേറ്റ്സിനെ നമ്മൾ കുറേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ആക്കി നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സിമ്മട്രിക് ലാമിനേറ്റ്, അസിമെട്രിക്കൽ ലാമിനേറ്റ്, യൂണി ഡയറക്ഷണൽ ലാമിനേറ്റ്, ക്രോസ് പ്ലൈ ലാമിനേറ്റ്, ആംഗിൾ പ്ലൈ ലാമിനേറ്റ്, ക്വാസി ഐസോട്രോപിക് ലാമിനേറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇതിൽ ഞാൻ സിമ്മട്രിക് മാത്രം എടുത്തുതരാം, ബാക്കിയുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുത്തുതരാം. ഓക്കെ, നമുക്ക് എന്താണ് സിമ്മട്രിക് ലാമിനേറ്റ്? അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ നോക്കിയ നമ്പറിങ് അല്ലെങ്കിൽ കോഡിംഗ് സിസ്റ്റത്തിൽ കണ്ട ലാമിനേറ്റിനെ തന്നെയാണ് ഞാൻ സിമ്മട്രിക് ലാമിനേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണുക. ഈവൻ ആയിട്ട് നമുക്ക് മുകളിൽ 4 താഴെ 4 അങ്ങനെ 8 എണ്ണം. 10 എണ്ണം ആണെങ്കിൽ മുകളിൽ 5 താഴെ 5. അതേപോലെ എത്രയാണോ ഈവൻ നമ്പേഴ്സിൽ വരുന്നതിൽ മുകളിൽ പകുതി നമ്മളതിൽ മുകളിലത്തെ പകുതിയുടെ സെയിം തന്നെയാണ് താഴത്തെ പകുതിയും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അതേ സെയിം അറേഞ്ച്മെൻറ്റിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ സിമ്മട്രിക്കൽ ലാമിനേറ്റ് എന്ന് നമ്മൾ പറയും. ക്ലിയർ ഉണ്ടോ? അതിനെ നമ്മൾ സിമ്മട്രിക്കൽ ലാമിനേറ്റ് എന്ന് പറയും. ഇതിൽ കൺഫ്യൂഷൻ ആവണ്ട, ഇതിലാകെ ഞാൻ ഇത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഇതാണ് സിമ്മട്രിക്കൽ ലാമിനേറ്റ് എന്ന് പറയുന്നത്. ഇവിടെയുണ്ട്, ഇതും സിമ്മട്രിക്കൽ ലാമിനേറ്റ്, ഇത് വേറെയാ. ഈ 2 ഫിഗറിലുള്ള കാണുന്നതിനാണ് സിമ്മട്രിക്കൽ ലാമിനേറ്റ്സ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന കോമ്പോസിറ്റ്സിനാണ് നമുക്ക് സിമ്മട്രിക്കൽ ലാമിനേറ്റ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ളത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരാം. ഓക്കെ, ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ സംശയം കംപ്ലീറ്റ് ചോദിക്കാം, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, താങ്ക് യു.